നമസ്കാരം. ഗൾഫ് ടുഡേയിലേക്ക് വിശദമായി. സൗദി അറേബ്യയിലെ മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ മരണം 5. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരു കുട്ടി കൂടി മരിച്ചു. മലപ്പുറം മഞ്ചേരി വെള്ളില സ്വദേശി അബ്ദുൽ ജലീലിന്റെ മകൾ ഫാദിയ ഫാത്തിമയാണ് മരിച്ചത്. അപകടത്തിൽ മരിച്ച അബ്ദുൽ ജലീൽ ഉൾപ്പെടെ കുടുംബത്തിലെ 4 പേരുടെ മൃതദേഹങ്ങൾ മദീനയിൽ ഖബറടക്കി. മദീനയിലുണ്ടായ വാഹനാപകടത്തിൽ പരിക്കേറ്റ ഹാദിയ ഫാത്തിമ കൂടി യാത്രയായതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 5. മലപ്പുറം മഞ്ചേരി വെള്ളിര സ്വദേശി അബ്ദുൽ ജലീൽ, ഭാര്യ തെസ്ന, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാവിലെ മദീനയിലെ ജന്നത്തുൽ ബഖി ഖബർസ്ഥാനിലാണ് ഖബറടക്കിയത്. തൊട്ടു പിന്നാലെയാണ് കുടുംബത്തെ വീണ്ടും കണ്ണീരിലാഴ്ത്തി ഹാദിയയുടെ മരണവാർത്തയും എത്തുന്നത്. അപകടത്തിൽ പരിക്കേറ്റ ജലീലിന്റെ മറ്റു 2 മക്കളായ ആയിഷയും നൂറയും സുഖം പ്രാപിച്ചു വരികയാണ്. ജിദ്ദയിൽ ജോലി ചെയ്തിരുന്ന അബ്ദുൽ ജലീൽ ജോലി സംബന്ധമായ ആവശ്യത്തിനായി ഹായിലേക്ക് പോയി മടങ്ങുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. ഇവർ സഞ്ചരിച്ചിരുന്ന GMC വാഹനം ഒരു ട്രക്കിന് പിന്നിൽ ഇടിച്ചായിരുന്നു അപകടം. ദുരന്ത വാർത്തയറിഞ്ഞ് നാട്ടിലുണ്ടായിരുന്ന 3 മക്കളും ബന്ധുക്കളും മദീനയിലെത്തിയിരുന്നു. ഇവരുടെ സാന്നിധ്യത്തിലാണ് ഇന്ന് രാവിലെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. ബന്ധുക്കളും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടെ നിരവധി പേർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ജലീൽ കണമകലം, 24 ജിദ്ദ. ദുബായിൽ പുതിയ 4 ബസ് റൂട്ടുകൾക്ക് കൂടി തുടക്കമാകുന്നു. നിലവിലുള്ള 70-ലധികം റൂട്ടുകളിൽ മാറ്റം വരുത്തും. യാത്രാ ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് പുതിയ നീക്കം. ദുബായ് സിറ്റിക്കുള്ളിലെ സുഗമമായ ഗതാഗതം ലക്ഷ്യമിട്ടാണ് പുതിയ ബസ് റൂട്ടുകൾ ഏർപ്പെടുത്തുന്നത്. അൽ സത്വ, ജുമൈറ 3, അൽ വാസിൽ എന്നിവയ്ക്കിടയിലാണ് പുതിയ റൂട്ടുകൾ. റൂട്ട് 88A, 88B, റൂട്ട് 93A എന്നിങ്ങനെയാണ് സർവീസുകൾ. രാവിലെ തിരക്കേറിയ സമയത്ത് അൽ സത്വയിൽ നിന്ന് ജുമൈറ 3യിലേക്കും വൈകിട്ട് തിരിച്ചും സർവീസ് ഉണ്ടാകും. ഇതേ രീതിയിൽ തന്നെ അൽ സത്വയിൽ നിന്ന് അൽ വാസിലേക്ക് രാവിലെയും തിരിച്ചുള്ള സർവീസ് വൈകിട്ടും ഉണ്ടാകും. സ്കൂൾ ഓഫീസ് സമയം കണക്കാക്കിയുള്ള സർവീസ് ആരംഭിക്കുക മറ്റന്നാൾ മുതലാണ്. 70 ബസ് റൂട്ടുകളിൽ മാറ്റം വരുത്താനും റോഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പുതിയ സ്റ്റോപ്പുകൾ അനുവദിക്കുകയും ചില സ്റ്റോപ്പുകൾ ക്യാൻസൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബസ് ഡിപ്പോയിലും റണ്ണിംഗ് സമയത്തിലും പരിഷ്കാരം ഏർപ്പെടുത്താനും തീരുമാനമായി. സഹിൽ ആപ്പുകൾ വഴി പരിഷ്കാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനാകും. 24 ദുബായ്. ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട യുവാവിന് ദാരുണാന്ത്യം. ആൾക്കൂട്ടാക്രമണം ഭയന്ന് പുഴയിൽ ചാടിയ മിഥുൻ സർക്കാർ എന്ന യുവാവ് മരിച്ചു. 2 ആഴ്ചക്കിടെ കൊല്ലപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 7ാമത്തെയാളാണ് മിഥുൻ. ജൻസി പ്രക്ഷോഭ നേതാവ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതക കേസിൽ ബംഗ്ലാദേശ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ബംഗ്ലാദേശിലെ നാവോഗാവിലാണ് സംഭവം. മോഷണക്കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം മിഥുൻ സർക്കാരിനെ പിന്തുടർന്നു. ആൾക്കൂട്ട ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സമീപമുള്ള പുഴയിലേക്ക് ചാടിയ മിഥുൻ സർക്കാർ മുങ്ങി മരിച്ചു. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി പോലീസ് പറഞ്ഞു. അതിനിടെ ഈഗുലാബ് മഞ്ച് പാർട്ടി നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാജിയുടെ കൊലപാതകത്തിൽ 17 പേരെ പ്രതി ചേർത്ത് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. പൊതുറാലികളിലും സോഷ്യൽ മീഡിയയിലൂടെയും ഷെരീഫ് ഉസ്മാൻ ഹാദി നടത്തിയ പരാമർശങ്ങളും പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പകപോക്കലിനിടയാക്കിയെന്നാണ് ബംഗ്ലാദേശ് പോലീസിന്റെ കണ്ടെത്തൽ. ബംഗ്ലാദേശിൽ ക്രമസമാധാന തകർച്ചയ്ക്ക് കാരണം മുഹമ്മദ് യൂനുസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരെന്ന് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന പറഞ്ഞു. 24 ഡൽഹി. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ റഷ്യൻ പതാകയുള്ള എണ്ണ ടാങ്കർ പിടിച്ചെടുത്ത് അമേരിക്കൻ സൈന്യം. 2 ആഴ്ചയിലേറെ പിന്തുടർന്നാണ് മറീനേര എന്ന എണ്ണ ടാങ്കർ അമേരിക്ക പിടികൂടിയത്. വെനസ്വേലയുമായി ബന്ധമുള്ള എണ്ണ ടാങ്കർ പിടിച്ചെടുത്തതായി അമേരിക്കൻ സൈന്യം എക്സിലൂടെ അറിയിച്ചു. വെനസ്വേലയ്ക്ക് മേൽ എണ്ണ ഉപരോധം ഏർപ്പെടുത്തിയത് മുതൽ റഷ്യൻ കപ്പൽ അമേരിക്ക നിരീക്ഷിച്ചു വരികയായിരുന്നു. കരീബിയൻ കടലിൽ മറ്റൊരു കപ്പൽ കൂടി അമേരിക്ക പിടിച്ചെടുത്തു. UAEയിൽ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരുടെ എണ്ണം കൂടുന്നതായി കണ്ടെത്തൽ. 96% പേരും അളവിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നതായി നാഷണൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സർവേ കണ്ടെത്തി. പുകവലിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും പൊണ്ണത്തടിയുള്ളവരുടെ എണ്ണം കൂടുതലാണ്. 2024-25 വർഷത്തെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ സർവേ റിപ്പോർട്ട് പുറത്തു വന്നതിലാണ് ഞെട്ടിക്കുന്ന കണക്കുകളുള്ളത്. 96.2% പേരാണ് അളവിൽ കൂടുതൽ ഉപ്പ് ഉപയോഗിക്കുന്നത്. ഭൂരിപക്ഷം പേർക്കും ശരീരത്തിൽ ഉപ്പ് കൂടുതലാണെന്ന് അറിയില്ല. 26% പേർക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ട്. പഞ്ചസാരയ്ക്ക് ഏർപ്പെടുത്തിയ നിയന്ത്രണം പോലെ തന്നെ ഉപ്പിനും നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കത്തിലാണ് ആരോഗ്യ മന്ത്രാലയം. UAEയിൽ 4-ൽ ഒരാൾക്ക് പൊണ്ണത്തടിയുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇത് മുൻവർഷത്തേക്കാൾ കുറവാണെങ്കിലും കണക്കുകൾ ആശാവഹമല്ലെന്നാണ് വിലയിരുത്തൽ. കുട്ടികളിലും പൊണ്ണത്തടി വർദ്ധിക്കുന്നുണ്ട്. 5-ൽ ഒരാൾ ഹൈപ്പർ ടെൻഷൻ നേരിടുന്നതായും സർവേ ഫലം സൂചിപ്പിക്കുന്നു.
കുട്ടികളിലും ഹൈപ്പർ ടെൻഷൻ ഉള്ളവരുടെ എണ്ണം കൂടുകയാണ്. എന്നാൽ പുകവലിക്കുന്നവരുടെ എണ്ണത്തിൽ കുറവുണ്ട്. 2.9% കുറവാണ് ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകളാണ് ആരോഗ്യം നിലനിർത്തുന്നതിൽ മുൻപന്തിയിലുള്ളതെന്നും സർവേ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകളും പ്രായമുള്ള സ്ത്രീകളും. ലോകാരോഗ്യ സംഘടന നിഷ്കർഷിക്കുന്ന മാനദണ്ഡങ്ങൾ പ്രകാരമാണ് സർവേ നടത്തിയത്. 24 ദുബായ്. ഒമാനിൽ കോൺക്ലേവ് സംഘടിപ്പിക്കാൻ ഒരുങ്ങി ബിസിനസ് നെറ്റ്വർക്കിംഗ് സംഘടനയായ BNI. ഫെബ്രുവരി 14 ഗുറൻ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ നടക്കുന്ന പരിപാടിയിൽ സ്പീഡ് നെറ്റ്വർക്കിംഗ്, മെഗാ ചാപ്റ്റർ മീറ്റിംഗുകൾ, ബിസിനസ് ട്രാവേഴ്സ് എന്നിവ ഉൾപ്പെടെയുള്ള ആശയങ്ങൾ അവതരിപ്പിക്കും. 2023 ഒമാനിൽ BNI ആരംഭിച്ചത്. മസ്കറ്റിൽ 3 ചാപ്റ്ററുകളിലായി 9 മില്യൺ ഒമാൻ റിയാലിലധികം ബിസിനസ് സൃഷ്ടിക്കാൻ BNIക്ക് കഴിഞ്ഞിട്ടുണ്ട്. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ലീഗിന് ഈ മാസം 9 തുടക്കമാകും. ദമാം വിന്നേഴ്സ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന ടൂർണമെന്റിൽ ഡിഫയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട 24 ടീമുകൾ തമ്മിലായിരിക്കും മത്സരം. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പ്രവാസി ഫുട്ബോൾ ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ദമാം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ ഡിഫ സംഘടിപ്പിക്കുന്ന ചാമ്പ്യൻസ് ലീഗിന് വെള്ളിയാഴ്ച വിസിൽ മുഴങ്ങും. ഡിഫയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രമുഖരായ 24 ടീമുകൾ പങ്കെടുക്കുന്ന ലീഗ് ടൂർണമെന്റിന് ദമാം വിന്നേഴ്സ് സ്റ്റേഡിയമാണ് വേദിയാവുക. മേളയുടെ ഔദ്യോഗിക കിക്ക് ഓഫ് കായിക സാമൂഹിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന പരിപാടിയോടെ ജനുവരി 16 നടക്കുക. കഴിഞ്ഞ 2 വർഷമായി നടന്നുവരുന്ന ടൂർണമെന്റുകളിലുള്ള ടീമുകളുടെ പോയിന്റിനെ അടിസ്ഥാനമാക്കി 3 ഗ്രൂപ്പുകളാക്കി തിരിച്ച് ലീഗ് അടിസ്ഥാനത്തിലാണ് ചാമ്പ്യൻസ് ലീഗ് സംഘടിപ്പിക്കുന്നതെന്ന് ഡിഫ പ്രസിഡന്റും ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാനുമായ ഷമീർ കൊടിയത്തൂർ പറഞ്ഞു. 3 ഗ്രൂപ്പുകളിൽ നിന്നുമായി 3 ചാമ്പ്യന്മാരെ ഫൈനൽ മത്സരത്തിലൂടെ നിശ്ചയിക്കും. മെയ് അവസാനം വരെ നീണ്ടു നിൽക്കുന്നതാണ് 45 മത്സരങ്ങളുള്ള ഡിഫ ടൂർണമെന്റ്. എന്നാൽ റമദാനിൽ മത്സരങ്ങൾ ഉണ്ടായിരിക്കില്ല. വിജയികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും സമ്മാനിക്കും. ടൂർണമെന്റിന്റെ ഭാഗമായി വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും ഡിഫ ഭാരവാഹികൾ പറഞ്ഞു. ദമാമിലെ കാൽപന്ത് സംഘാടനത്തിന് ഏകീകൃത വേദി എന്ന രൂപത്തിൽ 2009 ജനുവരി 8 പിറവിക്കൊണ്ട ഡിഫ പ്രശംസനീയമായ പ്രവർത്തനങ്ങളിലൂടെയാണ് 17ാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഡിഫ പ്രസിഡന്റ് പറഞ്ഞു. 24 ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഡിഫയിൽ 1000-ലധികം പ്രൊഫഷണൽ കളിക്കാരുണ്ട്. പ്രവാസികളിൽ കായിക അവബോധം ഉണ്ടാക്കിയെടുക്കുകയും ഫുട്ബോൾ വികാസത്തിനായി നിരവധി പ്രവർത്തന പരിപാടികളും നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഡിഫയ്ക്ക് കീഴിൽ സംഘടിപ്പിച്ചു വരുന്നുണ്ടെന്ന് സംഘാടകരായ മുജീബ് കളത്തിൽ, റഷീദ് മാളിയേക്കൽ, ജുനൈദ് നീലേശ്വരം, ആസിഫ് മേലങ്ങാടി എന്നിവർ പറഞ്ഞു. സുബൈറുദ്ദീനൂർ, 24 ദമാം. രാജ്യത്തെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലിനൊരുങ്ങി ബഹ്റൈൻ. ഓട്ടം ഫെയർ ഈ മാസം 22 മുതൽ 31 വരെ നടക്കും. സഖീറിലെ എക്സിബിഷൻ വേൾഡ് ബഹ്റൈനിൽ നടക്കുന്ന ഓട്ടം ഫെയറിൽ പ്രാദേശിക അന്താരാഷ്ട്ര ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജനുവരി 22 മുതൽ 31 വരെ നടക്കുന്ന ഫെയറിൽ ഉപഭോക്താക്കൾക്കായി 10,000-ലധികം ഉൽപ്പന്നങ്ങളാണ് ഒരുക്കുക. മേളയിൽ 24-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 600-ലധികം പ്രദർശകരും പങ്കെടുക്കും. 2 ലക്ഷത്തിലധികം സന്ദർശകർ മേള സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ വർഷത്തെ ഓട്ടം ഫെയറിൽ പുതിയ പവലിയനുകൾ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഇറക്കുമതി ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെയും ഭക്ഷണ വിഭവങ്ങളുടെയും പ്രദർശനങ്ങൾ, കുടുംബ സൗഹൃദ വിനോദ പരിപാടികൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദിവസേന രാവിലെ 10 മണി മുതൽ രാത്രി 10 വരെയായിരിക്കും ഫെയർ നടക്കുക. പ്രവേശനം സൗജന്യമായ ഫെയറിലേക്ക് ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ മുൻകൂട്ടി രജിസ്ട്രേഷൻ നിർബന്ധമാണെന്നും അധികൃതർ അറിയിച്ചു. 24 ബഹ്റൈൻ. അന്തരിച്ച മുൻ മന്ത്രിയും മുസ്ലിം ലീഗ് നേതാവുമായ VK ഇബ്രാഹിം കുഞ്ഞിന് വിട ചൊല്ലി രാഷ്ട്രീയ കേരളം. ആലുവ ആലങ്ങാട് ജുമാ മസ്ജിദിൽ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു ഖബറടക്കം. രാവിലെ 7 മണി മുതൽ ആലുവയിലെ വീട്ടിൽ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെച്ചു. രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെ 100 കണക്കിന് ആളുകൾ VK ഇബ്രാഹിം കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. PWD റോഡുകളുടെ നവീകരണത്തിന് ഏറ്റവും ആത്മാർത്ഥമായ കഠിനാധ്വാനം ചെയ്ത, അതിനുവേണ്ടി അങ്ങേയറ്റം പ്രവർത്തിച്ചിട്ടുള്ള ഒരു മന്ത്രിയായിരുന്നു അദ്ദേഹം. ആ നിലയിൽ കേരളത്തിന്റെ വികസനത്തിന് തന്നെ അദ്ദേഹത്തിന്റെ പങ്കാളിത്തം വളരെ വലുതാണ്. പൊതുദർശനത്തിന് ശേഷം 10:30 മൃതദേഹം ആലങ്ങാട് ജുമാ മസ്ജിദിൽ എത്തിച്ചു. 11 മണിയോടെ ഖബറടക്കം. മന്ത്രി P രാജീവ്, പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു.
ശേഷം നടന്ന അനുശോചന യോഗത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുത്തു. 24 കൊച്ചി. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. CPIM നേതാവ് AK ബാലന്റെ ജമാഅത്തെ ഇസ്ലാമി പരാമർശത്തിൽ രാഷ്ട്രീയ വിവാദം കനക്കുകയാണ്. പ്രസ്താവന വർഗീയ കലാപം ഉണ്ടാക്കാനെന്നും BJPയുടെ അതേ ഭാഷയിലാണെന്നും ആഞ്ഞടിച്ച് UDF നേതാക്കൾ രംഗത്തെത്തി. UDF അധികാരത്തിലെത്തിയാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തരം കൈകാര്യം ചെയ്യുമെന്നും പല മാറാടുകൾ ആവർത്തിക്കും എന്നുമായിരുന്നു AK ബാലൻ ഇന്നലെ പറഞ്ഞത്. പ്രസ്താവനയിൽ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി AK ബാലന് വക്കീൽ നോട്ടീസ് അയച്ചു. ഏതെങ്കിലും രൂപത്തിൽ UDF ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം 2 ദിവസം കൊണ്ടത് സ്വാഹമാക്കും. കേരളം ഭരിക്കുക, ഞാൻ പറഞ്ഞല്ലോ, ജമാഅത്തെ ആയിരിക്കും ആഭ്യന്തരം കൈകാര്യം ചെയ്യുക. അവരാണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ. അപ്പോൾ ഒരു മാറാടും 2 മാറാടും എന്നല്ല ഉണ്ടാവുക. ഇന്നലെ മുതിർന്ന CPIM നേതാവ് AK ബാലൻ പാലക്കാട് നടത്തിയ ഈ പരാമർശങ്ങളാണ് രാഷ്ട്രീയ വിവാദമായത്. പരാമർശത്തിൽ AK ബാലനും CPIMനുമെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷം രംഗത്തെത്തി. പ്രസ്താവന വർഗീയ കലാപമുണ്ടാക്കാനെന്നും സംഘപരിവാർ പ്രചരണത്തിന്റെ ഭാഗമെന്നും VD സതീശൻ. ഇത് മനഃപൂർവ്വമായി ഒരു വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്ത് ഇസ്ലാമിയായിരിക്കും ആഭ്യന്തരം ഭരിക്കുന്നത് എന്നത് വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ അതേ ശൈലിയിൽ CPM ചെലുത്തുന്ന പരിപാടിയാണ്. BJPയുടെ അതേ ഭാഷയിലാണ് പരാമർശമെന്നും മുഖ്യമന്ത്രി ഇടപെടണമെന്നും നേതാക്കൾ. CPMന്റെ നേതാവ് AK ബാലന്റെ പരാമർശം നാട്ടിൽ വർഗീയമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ്. BJPയുടെയും സംഘപരിവാറിന്റെയും അതേ ഭാഷ AK ബാലൻ സംസാരിക്കുന്നത് മുന്നണിയുടെ നയമാണോ എന്ന് വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. തനി വർഗീയത വിളമ്പുന്ന പ്രസ്താവന AK ബാലനെ കൊണ്ട് പറയിപ്പിച്ചിരിക്കുകയാണ്. ഈ നാട്ടിലെ ജനങ്ങളുടെ ഇടയിലേക്ക് വർഗീയത വിളമ്പുന്ന രീതിയിലേക്ക് അവർ പ്രചരിപ്പിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനകത്ത് നിലപാടെടുക്കേണ്ടത്. ജമാഅത്തെ ഇസ്ലാമിയെ ഉപകരണമാക്കി ഇടതുപക്ഷം വർഗീയ രാഷ്ട്രീയം പറയുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ P. മുജീബ് റഹ്മാൻ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ ടൂളാക്കി ഹൈന്ദവ വോട്ടിന്റെ കൺസോൾട്ടേഷൻ ഉറപ്പുവരുത്തി കേരളത്തെ വർഗീയമായി വളരെ മോശമായൊരു കാലാവസ്ഥയിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനം ഇടതുപക്ഷത്തിന്റെ പരാജയം മാത്രമല്ല, കേരളം നാളേറെയായി കാത്തു സൂക്ഷിക്കുന്ന സോഷ്യൽ ഫാബ്രിക്കിന് ഡാമേജ് ഉണ്ടാക്കുന്ന അപകടകരമായ നീക്കമാണ്. വിവാദ പരാമർശത്തിൽ CPIM നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 24 തിരുവനന്തപുരം. ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ച് തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയാണ് CPIMന്റെ ലക്ഷ്യമെന്ന് NK പ്രേമചന്ദ്രൻ MP. സംഘപരിവാറിന്റെ B ടീമായി പ്രവർത്തിക്കുന്ന പാർട്ടി കോൺഗ്രസ് ആണെന്ന് A. റഹീം MP. ന്യൂനപക്ഷ വർഗീയതയെ കൂട്ടുപിടിച്ച് വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് ഇടത് വലത് മുന്നണികളുടെ ശ്രമമെന്ന് BJP നേതാവ് MT രമേശ്. 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിൽ സംസാരിക്കുകയായിരുന്നു നേതാക്കൾ. CPIMും BJPയും ഒരുപോലെ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന ആരോപണവുമായാണ് NK പ്രേമചന്ദ്രൻ MP ചർച്ചയ്ക്ക് തുടക്കമിട്ടത്. വർഗീയ പരാമർശങ്ങളിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാനാണ് CPIM ശ്രമിക്കുന്നത്. AK ബാലന്റെ പരാമർശം ഇതിന്റെ തെളിവെന്നും NK പ്രേമചന്ദ്രൻ. കേരളത്തിലൊരു മതപരമായ വിഭാഗീയത സൃഷ്ടിച്ച് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കുക, അതിലൂടെ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കമാണ് ഇന്ന് കേരളത്തിൽ CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നിലപാടെന്ന് പറയുന്നത് ഏതാണ്ട് BJP സ്വീകരിക്കുന്ന അതേ സമീപനം തന്നെയാണ്. AK ബാലന്റേത് വ്യക്തിപരമായ പരാമർശമാണെന്നായിരുന്നു A. റഹീം MPയുടെ മറുപടി. കേരളത്തിൽ UDF സർക്കാരുകളുടെ കാലത്താണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നതെന്നും മതവും ജാതിയും പറയുന്നത് കോൺഗ്രസ് ആണെന്നും A. റഹീം ആരോപിച്ചു. അദ്ദേഹം നടത്തിയ വ്യക്തിപരമായ പരാമർശത്തെക്കുറിച്ച് ഞാനല്ല, അത് പാർട്ടി എന്നുള്ള നിലയിൽ പിന്നീട് അത് പ്രതികരിച്ചേക്കും. എപ്പോഴെല്ലാം UDF കേരളത്തിൽ അധികാരത്തിലിരുന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം വർഗീയ കലാപം ഉണ്ടായിട്ടുണ്ട്. വർഗീയ കലാപങ്ങളില്ലാതെ എല്ലാ വർഗീയ ശക്തികൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷ കാലത്ത് കഴിയുന്നുണ്ട്, UDFന്റെ ഭരണകാലത്ത് കഴിയുന്നില്ല. വർഗീയ കക്ഷികളെ ഒപ്പം കൂട്ടാൻ CPIMും കോൺഗ്രസും മത്സരിക്കുകയാണെന്ന് BJP നേതാവ് MT രമേശ്. ഇരു മുന്നണികൾക്കും ബദലാകാനാണ് BJP ശ്രമിക്കുന്നതെന്നും MT രമേശ്. സംഘടിതമായിട്ടുള്ള മുസ്ലിം വോട്ടിന്റെ പിന്നാലെ പോകാൻ വേണ്ടിയുള്ള പരിശ്രമം LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ സമൂഹത്തിന്റെ സ്വാധീനം തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ വേണ്ടി ഓരോ സന്ദർഭത്തിലും ഈ 2 പാർട്ടികളും സ്വീകരിക്കുന്ന നിലപാട് ആ സമൂഹത്തിലെ ഏറ്റവും തീവ്രമായി ചിന്തിക്കുന്ന ആളുകളുടെയും സംഘടനയെയും കൂടെ നിർത്താൻ വേണ്ടി പരിശ്രമിക്കുക. BDJSനും ജമാഅത്ത് ഇസ്ലാമിക്കും SDPIക്കും കേരളീയ സമൂഹത്തിൽ സ്വാധീനമില്ലെന്നായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ഡോക്ടർ ഫസൽ ഗഫൂറിന്റെ പ്രതികരണം. കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റേത് സെക്യുലർ വോട്ടാണെന്നും ന്യൂനപക്ഷ വർഗീയത ശക്തിപ്പെടുന്നുവെന്ന പ്രചാരണം അനാവശ്യ ഭീതി പരത്തുന്നെന്നും
ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. എനിക്ക് മനസ്സിലാവുന്നില്ല എന്തിനാണ് ഇവരുടെയൊക്കെ പുറകിൽ പോകുന്നത് എന്നുള്ളത്. എന്തിനാണ് അനാവശ്യമായിട്ടുള്ള സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് ഇവരെയൊക്കെ സ്റ്റേജിന്മേൽ കയറ്റിയിരുത്തുന്നതെന്ന്. ഇവർക്കൊന്നും വോട്ടില്ലാന്നേ. നമ്മൾ സമസ്തയുടെ സ്റ്റേജിലും കയറണ്ട, നമ്മൾ വെള്ളാപ്പള്ളിയെ കാറിലും കയറ്റണ്ട, അതിൻ്റെ ആവശ്യമില്ല. തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് മുന്നണികൾ വർഗീയ കാർഡിറക്കി പ്രചാരണം നടത്തുന്നോ എന്നതായിരുന്നു 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ നയിച്ച സ്പെഷ്യൽ എൻകൗണ്ടറിലെ വിഷയം. ന്യൂസ് ഡെസ്ക് 24. വയനാട് മാനന്തവാടി മെഡിക്കൽ കോളേജിൽ പ്രസവശേഷം യുവതിയുടെ വയറ്റിൽ നിന്ന് തുണിക്കെട്ട് കണ്ടെത്തിയ സംഭവത്തിൽ ആളിക്കത്തി പ്രതിഷേധം. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസും BJP നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. ചികിത്സാപ്പിഴവിൽ DMOയുടെ നേതൃത്വത്തിൽ അന്വേഷണം തുടങ്ങി. 24 ആണ് ചികിത്സാപ്പിഴവ് പുറത്തുകൊണ്ടുവന്നത്. വയനാട് മെഡിക്കൽ കോളേജ് പരിസരം കണ്ടു സമരവേലിയേറ്റം. 21-കാരി പ്രസവശേഷം അനുഭവിച്ച വേദനയ്ക്ക് ഉത്തരവാദി മെഡിക്കൽ കോളേജ് അധികൃതരുടെ അനാസ്ഥയെന്നായിരുന്നു ആരോപണം. കോൺഗ്രസ് മെഡിക്കൽ സൂപ്രണ്ടിന്റെ കാര്യാലയം ഉപരോധിച്ചു. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കി. BJP DMO ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തി. പ്രാഥമിക അന്വേഷണത്തിന്റെ ഭാഗമായി ആ സ്ത്രീയെ കുറ്റക്കാരിയാക്കുന്ന പരാമർശമാണ് ബഹുമാനപ്പെട്ട സൂപ്രണ്ടിന്റെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. പ്രാഥമികം അവർ ചോദിക്കുന്നത് 2 മാസമായ ഒരു വിഷയം എന്തുകൊണ്ടാണ് ഇത്രയേറെ വൈകിയത്, പ്രസ്തുത ഈ പറഞ്ഞ പഞ്ഞിയിലോ തുണിക്കെട്ടിലോ രക്തം ഇല്ല എന്ന് പോലുമുള്ള സാഹചര്യങ്ങളാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പരാതിക്കാരിയെ കുറ്റക്കാരിയാക്കി സമർത്ഥമായി രക്ഷപ്പെടാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. ചികിത്സാ പിഴവ് മൂലം ദുരിതം അനുഭവിക്കേണ്ടി വന്ന യുവതിയിൽ നിന്ന് DMOയുടെ സംഘം വിവരങ്ങൾ ആരാഞ്ഞു. വിശദമായ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ ശേഷമാകും തുടർ നടപടികൾ. അവർക്ക് പ്രൂഫ് വേണമല്ലോ, കാരണം ഇത് ഇന്ന് സംഭവിച്ചൊന്ന് പ്രൂഫ് വേണമല്ലോ. അതുകൊണ്ട് അവർ തുണിയായിട്ട് എടുത്തിട്ട് വരാൻ പറഞ്ഞു. കാരണം നമ്മൾ ചുമ്മാ പറയുന്നതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞ ഒക്ടോബർ 20-നായിരുന്നു മാനന്തവാടി മെഡിക്കൽ കോളേജിൽ യുവതിയുടെ പ്രസവം. 23-ന് വീട്ടിലേക്ക് മടങ്ങി. പിന്നീട് വേദന അസഹനീയമായപ്പോൾ 2 തവണ മെഡിക്കൽ കോളേജിലേക്ക് വന്നുവെങ്കിലും ഡോക്ടർമാർ സ്കാനിങ്ങിന് തയ്യാറായില്ല. കഴിഞ്ഞ 29-നാണ് വയറിലുണ്ടായിരുന്ന തുണിക്കെട്ട് കണ്ടെത്തിയത്. 24 വയനാട്. ഗൾഫ് ടുഡേ പൂർത്തിയാകുന്നു. ഗുഡ് നൈറ്റ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.